അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പപ്പായ ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പപ്പായ കൊണ്ടൊരു ജ്യൂസാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പച്ച പപ്പായ കൊണ്ട് ഉണ്ടാക്കിയാലും പഴുത്ത പപ്പായ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ മരത്തുമെന്ന് പഴുത്തൊരു പപ്പായ, നല്ല പഴുത്ത് നിൽക്കണം, വാടാത്തൊരു പപ്പായ ഉണ്ട്. ഇത് വലുത്, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തതാണ്. അത് മതിയാവും, കൂടുതലൊന്നും നോമ്പിന് വേണ്ടല്ലോ. അപ്പം ഞാനതൊരു മിക്സിക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര. ഇത് നല്ല മധുരമുള്ള പപ്പായയാണ്, അതുകൊണ്ട് കുറച്ച് മധുരം മതിയാവും. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, കട്ടായിട്ടുണ്ട്. ഫ്രീസറിൽ ആരോ കുട്ടികളാരോ ഫ്രീസറിൽ വെച്ചു, അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തത്. അപ്പം ഞാൻ അതിൽക്കൊരു 4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പാലല്ല, പാൽപ്പൊടിയാണ്, മിൽമ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പാലാണെങ്കിൽ കുഴപ്പമില്ല, പാലും പഞ്ചസാരയും പാലും മിൽക്ക് മെയ്ഡും കൂടി കൂട്ടിയിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കട്ടല്ലാതാകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കാതെ നിന്നിട്ടുള്ളത്. കുറച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടിയിലാണ് നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കും. കുറച്ച് നീണ്ടിട്ടായിട്ടുണ്ട്, കൂടുതൽ കുറുകിയിട്ട് വേണ്ടല്ലോ. നോക്കിയാകുമ്പോൾ കുറച്ചൊക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ പോരാ, അങ്ങനെ വേണം. അപ്പം ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്കൊന്ന് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാകത്തിലൊരു ജ്യൂസിൻ്റെ അതേ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പച്ച പപ്പായ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത പപ്പായ ഉണ്ടാക്കിയാലും പച്ച പപ്പായ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ വെറുതെ കളയലൊന്നുമില്ല. പഴുത്താലും പച്ചയായാലും അപ്പം ഞാൻ പുഴുങ്ങിയിട്ട്, പച്ചയായാലും പുഴുങ്ങി ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പം അത് വിഷമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ വിഷമുള്ളത് വാങ്ങിക്കൊണ്ടത് ഇങ്ങനെ ജ്യൂസ് അടിക്കണേലേറെ ഇയാദിയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഗ്ലാസ് കുടിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാലും നല്ലതാണ്. നല്ല ശരീരത്തിനും ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇനി ഇതിരിക്കാൻ ബ്ലാക്ക് കസ്കസ് വെള്ളത്തിലിട്ടതാണ്. ഒരു പകുതി ഇതിലിട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് ഗ്ലാസിൻ്റെ മേലെ കൂടെ അങ്ങനെ കുറേശ്ശെ ഇട്ടാൽ അതൊരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല, ഭംഗിയാണ്. അപ്പം ഞാനതൊരു ഗ്ലാസ്സിക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റും മധുരമൊക്കെ പാകമാണ്. മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. കാരണം പപ്പായക്ക് മധുരക്കുറവാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലും മധുരം ചേർത്തി കൊടുക്കേണ്ടി വരും. നല്ല മധുരമുള്ളൊരു പപ്പായയാണ്. മരത്തുമ്പോൾ തന്നെ നിന്ന് പഴുത്ത് നല്ലോണം പഴുക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല മധുരമാണ്. അപ്പോൾ വാടിയതോ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. അങ്ങനെ ആയാലും ഇതിൽ കയ്പ്പ് വരും. വാടിക്കഴിഞ്ഞാൽ പപ്പായക്കൊരു കയ്പ്പാണ്. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ്സിക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. കുറേശ്ശെ കുട്ടികൾക്ക് കൊടുക്കട്ടെ, പേരക്കുട്ടികൾ ചോദിക്കുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ കുറേശ്ശെ മതിയാവും, കൂടുതലൊന്നും ജ്യൂസൊന്നും വേണ്ടല്ലോ, വെള്ളമാണല്ലോ കൂടുതൽ വേണ്ടത്. പിന്നെ അത് നല്ല കുറുകിയാണ് കിടക്കുന്നത്. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നീട്ടുകയും ചെയ്യാം, അവനവൻ്റെ ഇഷ്ടപ്രകാരം അതൊക്കെ ചെയ്യാം. അപ്പം ഞാനിനി കുട്ടികൾക്കൊക്കെ കുറേശ്ശെ കൊടുക്കട്ടെ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.